ഏട്ടായി, എന്താ മോളൂസേ? ഇന്നലെ ഉച്ചയ്ക്ക് 12:46 ഞാനും ഏട്ടായും കൂടെ കോഫി ഷോപ്പിലിരിക്കുമ്പോൾ ഏട്ടായി 3 പ്രാവശ്യം തിരിഞ്ഞു നോക്കി. അതെന്തിനാ നോക്കിയേ? വേണ്ട വേണ്ട, എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. അവിടെ അരുണ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ക്ലോസ് ചെക്ക് ചെയ്ത് ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇന്നലെ അവളും ചുവപ്പ് ചുരിദാറായിട്ടത്, ചേട്ടൻ ചുവപ്പ് ടീഷർട്ടായിട്ടത്. ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കണ്ട. നീ എന്തല്ലേ പറയുന്നത്? എനക്ക് ഓർമ്മയില്ല, ഞാനും നോക്കിയിട്ടില്ല. എന്താ നിങ്ങൾ തമ്മിൽ ലവാണോ? എന്നെ തേച്ച് ഒഴിവാക്കാനാണോ പണി? പിണക്കൊക്കെ മാറിയോ മോളൂസേ? എനിക്ക് പിണക്കൊന്നുമില്ല ഏട്ടാ. ഇനി നമ്മൾ പിണക്കവും വഴക്കമൊന്നും ഇല്ലാതെ നല്ല സ്നേഹത്തോടെ നിൽക്കണം കേട്ടോ മോളൂസേ? ശരി ഏട്ടാ, ഇനി എന്നും സ്നേഹം മാത്രം മതി കേട്ടോ. ഇന്നലെ ഏട്ടനാ വെറുതെ പ്രശ്നമാക്കിയത്. അവളൊരു പുണ്യാളത്തി, ഞാൻ പ്രശ്നക്കാരനോ? മുന്നോട്ട് പോയേട്ടെ നീ. ഏട്ടായി പറ. നീ പറ, എന്താ പിന്നെന്താ? പറ പിന്നെന്നാ പറ. പറഞ്ഞോ. ഏട്ടായി പറ പിന്നെന്താ. സമയം 3:30 എന്നാ കിടന്നോ, നാളെ പറയാം. അയ്യോ, എന്നാ പറയാനുള്ള ഏട്ടായി പറ. ഏട്ടായി മോളൂസേ പറ. നീ എന്തിനാ അരുൺ തന്ന ബർത്ത്ഡേന്റെ ചോക്ലേറ്റ് വാങ്ങിച്ചത്? അത് ബർത്ത്ഡേന്റെ ചോക്ലേറ്റ് അല്ലേ, എല്ലാവർക്കും കൊടുത്തപ്പോ എനിക്ക് തന്നു, ഞാനും വാങ്ങി. ഞാനിപ്പം നിന്റെ ക്ലാസ്സിൻ്റെ അതിലൂടെ പോവും. അപ്പം നിന്റെ ക്ലാസ്സിൻ്റെ അവിടെ വെച്ച ആ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ലേ, അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ആ ചോക്ലേറ്റ് എനിക്ക് കാണണം. അത് പിന്നെ മോളൂസേ മോശമല്ലേ? ഇല്ലെങ്കിലുണ്ടല്ല, നിന്നെ ഞാൻ വേസ്റ്റ് കുണ്ടിൽ മുക്കി കൊല്ലും. ഏട്ടായി. എന്ത് പറ്റി മോളൂസേ, സൗണ്ടൊക്കെ വല്ലാതെ? ഏട്ടാ, എൻ്റെ അമ്മ. അയ്യോ, അമ്മക്കെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. അമ്മ നമ്മുടെ ബന്ധം അറിഞ്ഞപ്പോൾ പറയാ, അമ്മ എനിക്ക് സ്ലോ പോയ്സണിങ് തന്നു കൊല്ലുമെന്ന്. അപ്പം എനിക്ക് ചെറുതായൊന്ന് സത്യം ചെയ്യേണ്ടി വന്നു. എന്ത്? അത് പിന്നെ നമ്മൾ തമ്മിൽ ഇനി ബ്രോസിസ് ബന്ധമായിരിക്കും സത്യം ചെയ്യേണ്ടി വന്നു. അമ്മ എങ്ങനെ സ്ലോ പോയ്സണിങ് തന്നു കൊന്ന പിന്നെ ചേട്ടൻ ആരുണ്ട്? അതുകൊണ്ട് ഈ ജന്മം നമുക്ക് ബ്രോസിസ് ആവാം ബ്രദർ. എന്നാൽ ശരി ബ്രോ, നമുക്ക് നാളെ കോളേജിൽ കാണാം. ഏച്ചതാണല്ലേ?